ഒരിക്കൽ കൂടി ഒരു അഭിമാന നിമിഷം സമ്മാനിച്ചിരിക്കുകയാണ് ISRO. ചന്ദ്രയാൻ 3ന്റെ അഭിമാന നിമിഷത്തിന് ശേഷം വീണ്ടും ഒരു അഭിമാന നിമിഷത്തിന് സാക്ഷിയായിരിക്കുകയാണ് ഇന്ത്യ. സൂര്യനെ അടുത്തറിയാനുള്ള പ്രഥമ സൗരദൗത്യത്തിൽ വിജയം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് ISRO. സെപ്റ്റംബർ 2-ന് സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നും കുതിച്ചുയർന്ന ആദിത്യ L1 ബഹിരാകാശ പേടകം PSLV C-57 എന്ന വിക്ഷേപണ വാഹനത്തിൽ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലാഗ്രാഞ്ച് പോയിന്റ് അഥവാ L1 പോയിന്റിലേക്ക് എത്താൻ 125 ദിവസങ്ങൾ സഞ്ചരിച്ചത് 15 ലക്ഷം കിലോമീറ്ററുകൾ. വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും എത്തേണ്ട ലക്ഷ്യബിന്ദുവിൽ അതിന്റെ പൂർണ്ണതയിൽ വിജയകരമായി തന്നെ എത്താൻ സഹായിച്ചത് ISROയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരും സാങ്കേതിക പ്രവർത്തകരും. എന്താണ് ലാഗ്രാഞ്ച് പോയിന്റ് അഥവാ L1 പോയിന്റ്? ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം തുല്യമായി എത്തുന്ന ബിന്ദുവിനെയാണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടേക്ക് അതിന്റെ കൃത്യതയിൽ എത്തുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ഇനി മറ്റൊരു തടസ്സങ്ങളും കൂടാതെ തന്നെ പേടകത്തിന് സൂര്യനെ വീക്ഷിക്കാം. ഇനി എന്താണ് ഇതിന്റെ ദൗത്യം? സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം, സൂര്യന് പുറത്തുള്ള താപാവസ്ഥ, സൂര്യനിൽ നിന്നുള്ള വാതകങ്ങളെ കുറിച്ചും കൂടാതെ സൂര്യനിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ ഇവയെല്ലാം ഭൂമിയെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇനി ആദിത്യ L1 വഴി നമുക്കറിയാൻ സാധിക്കും. 7 പേലോഡുകളാണ് പേടകത്തിനുള്ളത്. 4 എണ്ണം സൂര്യനെ നേരിട്ട് നിരീക്ഷിക്കാനും 3 എണ്ണം സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ച് പഠിക്കാനുമുള്ളതാണ്. ചന്ദ്രയാൻ 3ന്റെ വിജയകരമായ ദൗത്യത്തിന് ശേഷം ISRO തുടക്കമിട്ടതായിരുന്നു സൗരദൗത്യം. എന്നാൽ ചന്ദ്രനെ പഠിക്കുമ്പോൾ അത്ര എളുപ്പമല്ല സൂര്യനെ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ഇനിയും എത്രയോ കിലോമീറ്ററുകൾ ഇപ്പുറമാണ് നമ്മുടെ പേടകമുള്ളത്. സൗരദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ ഒരു വലിയ ദൗത്യം വിജയകരമായതിന്റെ വാർത്ത നാം അറിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെയാണ്. തീർച്ചയായും ISROയുടെ അക്ഷീണമായ പരിശ്രമങ്ങൾ ഇനിയും ശാസ്ത്രലോകത്തെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.